ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഇന്ന് നിങ്ങൾക്ക് പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു താന്ത്രിക വിദ്യയാണ് പറഞ്ഞുതരാൻ പോണത്. നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, കയ്യിലുള്ള പണം പെട്ടെന്ന് ചിലവായി പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരവിനേക്കാളേറെ ചിലവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, കൊടുത്ത പണം തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ശമ്പളം കിട്ടാൻ വൈകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ശമ്പളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കട്ടിങ്സ് ഒക്കെ വരുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് വിചാരിക്കുന്ന തരത്തിലുള്ള പണം നിങ്ങളുടെ കയ്യിൽ വരാതിരിക്കുന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൽ ലാഭം ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പണവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള അഭിവൃദ്ധിക്കായി ചെയ്യേണ്ടുന്ന ഒരു താന്ത്രികമാണ്. അതിനായി ആദ്യം നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ഗ്ലാസ് ജാറാണ്. എല്ലാ തേഴ്സ്ഡേയും ഫ്രൈഡേയും ഗുരുഹോര ശുക്രഹോര ഈ 2 സമയങ്ങൾ കണക്കാക്കി അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ സമയത്ത് ഈ ജാറിൽ പൈസ ഇടുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. ഒപ്പം ഈ ആദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളൊരു പൈസ ഇതിലേക്ക് ഇടുമല്ലോ, ആ സമയത്ത് നിങ്ങൾ ആദ്യം ഒരു ഏലക്ക അല്ലെങ്കിൽ 5 ഏലക്ക, 1 അല്ലെങ്കിൽ 5 എന്ന കണക്കിൽ ഈ ഗ്ലാസ് ജാറിൽ ഇട്ട് നിറയ്ക്കുക. അതുപോലെ തന്നെ ഗ്രാമ്പു 1 അല്ലെങ്കിൽ 5 ഗ്രാമ്പു. അടുത്തതായി ഇടേണ്ടുന്നത് കർപ്പൂരമാണ്, പച്ചക്കർപ്പൂരം. ഈ പച്ചക്കർപ്പൂരം നിങ്ങൾ കുങ്കുമത്തിൽ മുക്കി ആ കുങ്കുമത്തോട് കൂടിയിട്ട് വേണം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഇത്രയും ഇട്ടതിന് ശേഷം ഈ ജാറ് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കുക. എല്ലാ തേഴ്സ്ഡേയും ഫ്രൈഡേയും അഗെയിൻ നിങ്ങളിത് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഈ ജാറ് ഫില്ലായി കഴിഞ്ഞാൽ, നാണയങ്ങളും പൈസയൊക്കെ ഇട്ടിട്ട് ഈ ജാറ് ഫില്ലായി കഴിഞ്ഞാൽ ഈ പണം നിങ്ങൾ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം. അതും ഒരു വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് പണവരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലിക്വിഡ് ക്യാഷ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പണം നിങ്ങളിലേക്ക് ഭഗവതി നൽകിക്കൊണ്ടിരിക്കും. ഗ്ലാസ് ജാർ എന്ന് പറയുന്നത് ശുക്രപ്രീതിക്ക് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള മീഡിയമാണ്. ഗ്ലാസ്സിൽ എന്താണോ നമ്മൾ ഇട്ട് വെക്കുന്നത് അതിനെ ഈ ഗ്ലാസ് ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പൂ, കർപ്പൂരം, ഇത് 3ഉം സുഗന്ധദ്രവ്യങ്ങളാണ്. ഈ 3ന്റെയും സുഗന്ധം ഈ പണവുമായി ചേർന്ന് ആ പണത്തിൽ ഈ മഹാലക്ഷ്മി വശ്യമുണ്ടാക്കും. അങ്ങനെ ഈ പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇവിടെ ഒരു വശീകരണമാണ് നടക്കുന്നത്. ഇനി ഇത് വെക്കുന്ന സ്ഥാനത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങളിതിനെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് വെക്കേണ്ടത്. നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വേണം ഈ ജാറ് വെക്കാനായിട്ട്. നിങ്ങൾക്ക് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.